പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മുഖ്യമന്ത്രി കസേരയ്ക്ക് ഏതാണ്ട് ഉറപ്പിച്ചിരിക്കുന്ന ഒരു നേതാവ് തന്നെയാണ്. പഠനകാലം മുതൽ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ സജീവമായിട്ടുള്ള വി ഡി സതീശൻ MG സർവകലാശാലയുടെ യൂണിയൻ ചെയർമാനായിരുന്നു. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ തീപ്പൊരി പ്രസംഗങ്ങളിലൂടെ തിളങ്ങിയിട്ടുള്ള നേതാവ് കൂടിയാണ് വി ഡി സതീശൻ. അദ്ദേഹം NSUIന്റെ ദേശീയ സെക്രട്ടറി എന്ന നിലയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. KPCCയുടെ വൈസ് പ്രസിഡന്റായിക്കൊണ്ട് സംഘടനാ തലത്തിൽ മികച്ച പ്രകടനം നടത്തി. AICC അംഗം എന്ന നിലയിലും പാർട്ടിയെ ദേശീയ തലത്തിൽ ഇടപെടലുകൾ നടത്തുന്നതിൽ അദ്ദേഹം പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. പറവൂരിൽ നിന്ന് 5 തവണയാണ് അദ്ദേഹം നിയമസഭയിലെത്തിയത്. ഇത്തവണ മുഖ്യമന്ത്രി ചോദിച്ചൊരു ചോദ്യമുണ്ട്, പറവൂരിൽ പ്രതിപക്ഷ നേതാവ് സേഫ് ആണെന്നത്. അദ്ദേഹം സേഫ് ആണെന്ന് മാത്രമല്ല ഡബിൾ സേഫ് ആണ് എന്ന് പറയേണ്ടി വരും. 5 തവണയാണ് അദ്ദേഹം പറവൂരിൽ നിന്ന് സഭയിലേക്ക് എത്തിയിരിക്കുന്നത്. 1996 മാത്രമാണ് അദ്ദേഹം തോൽവി അറിഞ്ഞത്. പിന്നീട് 2001 പറവൂരിൽ നിന്ന് ആദ്യ ജയം. ഇതുവരെ നിരം തൊടാതെ വി ഡി സതീശൻ പറവൂരിന്റെ പ്രിയപ്പെട്ട ജനനായകനായുണ്ട്. പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ മികച്ച പ്രകടനമാണ് വി ഡി സതീശൻ കാഴ്ചവെച്ചത്. നമ്മൾ കണ്ടിട്ടുള്ളതാണ് നിയമസഭയിൽ അദ്ദേഹത്തിന്റെ തീപ്പൊരി പ്രസംഗങ്ങളൊക്കെ തന്നെ. മുഖ്യമന്ത്രിയെ നേർക്കുനേർ നിന്നുകൊണ്ട് വെല്ലുവിളിക്കുന്ന വി ഡി സതീശനെ നമ്മൾ കണ്ടിട്ടുണ്ട്. മാത്രമല്ല മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള ഘടകകക്ഷികളുടെ പിന്തുണ അതീ ഘട്ടത്തിൽ നിർണായകമാണ്. വി ഡി സതീശനാണ് ഇന്നും ലീഗിന്റെ നേതാക്കൾ പിന്തുണ പരോക്ഷമായെങ്കിലും നൽകിക്കൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നത്. വെള്ളാപ്പള്ളി നടേശനെതിരെ സ്വീകരിച്ച നിലപാട് അത് അദ്ദേഹത്തെ ജനകീയനാക്കി. ഘടകകക്ഷികളുടെ പിന്തുണ ഏറെ നിർണായകമാണ്. ക്രൈസ്തവ സഭകളുടെ പിന്തുണ വി ഡി സതീശനുണ്ട്. യുവാക്കൾക്കിടയിലെ സ്വാധീനം അത് ഈ തെരഞ്ഞെടുപ്പിൽ ഏറെ നിർണായകവുമായിരുന്നു. അത് വി ഡി സതീശന്റെ. പക്ഷേ മന്ത്രിസഭയിൽ അദ്ദേഹം ഇതുവരെ എത്തിയിട്ടില്ല. ആ പരിചയ സമ്പത്ത് മാത്രമാണ് ഒരു കുറവായി കണക്കാക്കുന്നത്. പക്ഷേ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിലെ സഭയിലെ മികച്ച പ്രവർത്തനം വി ഡി സതീശന് ഗുണകരമാകും. ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് ഈ മുഖ്യമന്ത്രി കസേരയ്ക്ക് മറ്റു 2 നേതാക്കളെ പോലെ തന്നെ അവരെക്കാൾ ഒരുപക്ഷെ സീനിയറായ രമേശ് ചെന്നിത്തലയ്ക്കുണ്ട്. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ സജീവമായ രമേശ് ചെന്നിത്തല KSU NSUI പ്രസിഡന്റ് എന്ന നിലയിൽ വളരെ സജീവമായിരുന്നു. യൂത്ത് കോൺഗ്രസിന്റെ അഖിലേന്ത്യാ പ്രസിഡന്റായിരുന്നു. അന്നു മുതൽ അദ്ദേഹം ദേശീയ രാഷ്ട്രീയത്തിലെ ശ്രദ്ധേയമായ മുഖമായിരുന്നു. 9 വർഷമാണ് KPCC പ്രസിഡന്റായിരുന്നത്. പാർട്ടിയുടെ ക്രൈസിസ് ഘട്ടങ്ങളിലെല്ലാം നയിച്ചിട്ടുള്ളയാളാണ് രമേശ് ചെന്നിത്തല. AICC ജനറൽ സെക്രട്ടറി ആയിരുന്നു. 2004 മുതൽ കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി അംഗമാണ്. നിലവിൽ മഹാരാഷ്ട്രയുടെ ചുമതലയുള്ള നേതാവ് കൂടിയാണ്. 26ാമത്തെ വയസ്സിൽ MLA ആയിട്ടുണ്ട് രമേശ് ചെന്നിത്തല. അത്രയധികം പരിചയ സമ്പത്തുണ്ട് രമേശ് ചെന്നിത്തലയ്ക്ക്. 28ാമത്തെ വയസ്സിൽ അദ്ദേഹം മന്ത്രിയായി. 6 തവണ MLA ആയിട്ടുണ്ട്. സുദീർഘമായ സഭാതലത്തിലെ അത്ര വലിയ പരിചയമുള്ള നേതാവാണ്. ഉമ്മൻചാണ്ടി സർക്കാരിൽ ആഭ്യന്തരമന്ത്രിയായിരുന്നു. പോലീസ് സേനയ്ക്ക് ഏറെ ഇഷ്ടമുള്ള ഒരു മന്ത്രി കൂടിയായിരുന്നു രമേശ് ചെന്നിത്തല എന്ന കാര്യത്തിൽ തർക്കമില്ല. 4 തവണ ലോക്സഭാംഗമായിരുന്നു. 5 വർഷം പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. സ്പ്രിംഗ്ലർ ഉൾപ്പെടെ ഒരുപാട് വിവാദങ്ങൾ സർക്കാരിനെതിരെ ഉയർത്തിക്കൊണ്ടുവന്ന കോൺഗ്രസിലെ മുതിർന്ന മുഖമാണ് രമേശ് ചെന്നിത്തല. ഈ ദീർഘകാലത്തെ അനുഭവ സമ്പത്ത് അദ്ദേഹത്തെ തുണയ്ക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല. മന്ത്രി എന്ന നിലയിലും നല്ല പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ തിളങ്ങിയിട്ടുണ്ട്. ഒപ്പം സമുദായങ്ങളുടെ പിന്തുണ നിർണായകമാണ്. NSSന്റെയും SNDP യോഗത്തിന്റെയും പിന്തുണ ഈ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ രമേശ് ചെന്നിത്തലയ്ക്കായിരുന്നു എന്ന കാര്യത്തിൽ തർക്കമില്ല. ഇരുകൂട്ടരും ഒരുപോലെ തന്നെ രമേശ് ചെന്നിത്തലയുടെ പേര് പറയും. രമേശ് ചെന്നിത്തല അവർക്കെല്ലാം പ്രിയങ്കരനായ ഒരു നേതാവാണ്. മാത്രമല്ല ഈ MLA-മാരുടെ പിന്തുണയിലും രമേശ് ചെന്നിത്തലയ്ക്ക് വലിയ സ്വാധീനമുണ്ടാക്കാൻ കഴിയുമെന്നതാണ്. 25 എന്ന് പറയുമ്പോൾ പോലും അതിൽ കൂടുതൽ MLA-മാർ രമേശ് ചെന്നിത്തലയെ പിന്തുണയ്ക്കും. യുവ നേതാക്കൾ ഉൾപ്പെടെ രമേശ് ചെന്നിത്തലയ്ക്കൊപ്പം ഉണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല. ഹൈക്കമാൻഡിനും എതിർപ്പില്ലാത്തൊരു നേതാവാണ് രമേശ് ചെന്നിത്തല. അദ്ദേഹം ദേശീയ രാഷ്ട്രീയത്തിലും കൃത്യമായി ഇടപെട്ടിരുന്ന ഒരാൾ കൂടിയാണ്. ഘടകകക്ഷികൾക്കും രമേശ് ചെന്നിത്തലയോട് എതിർപ്പില്ല എന്നത് ശ്രദ്ധേയമാണ്. കോൺഗ്രസിലെ സൗമ്യമുഖമാണ്. കാര്യങ്ങൾ കൃത്യതയോടെ മനസ്സിലാക്കിക്കൊണ്ട് യാതൊരുവിധ ബഹളങ്ങളും ഇല്ലാതെ കാര്യങ്ങൾ ഡീൽ ചെയ്യാൻ കഴിയുന്ന ഒരാൾ കൂടിയാണ് രമേശ് ചെന്നിത്തല. സർക്കാരിനെതിരായ പോരാട്ടം നമുക്കറിയാം. 1ാം പിണറായി സർക്കാരിന്റെ കാലത്ത് അദ്ദേഹം പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ സഭയിലും അകത്തും പുറത്തും മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുള്ള. അപ്പോൾ ഇതാണ് KC വേണുഗോപാൽ, രമേശ് ചെന്നിത്തല, വി ഡി സതീശൻ ഇവരിൽ ആരാകും മുഖ്യമന്ത്രി കസേരയിലെത്തുക? ഏതായാലും ദില്ലിയിലും അങ്ങ് തലസ്ഥാനത്ത് തിരുവനന്തപുരത്തും തിരക്കിട്ട ചർച്ചകൾ നടക്കുന്നു. ഇപ്പോൾ വി ഡി സതീശൻ ഇങ്ങ് എറണാകുളത്തേക്ക് തിരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് വലിയ സ്വീകരണം ജന്മനാട്ടിൽ ഒരുക്കും. അതുപോലെ കൊച്ചിയിലും ഒരുക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.